കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന പാഠത്തിന്റെ 13ാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അബ്നോർമൽ മോളാർ മാസസിനെ ബേസ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലംസ് ആണ്. അബ്നോർമൽ മോളാർ മാസസ് എന്തുകൊണ്ടാണ് കിട്ടുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ബേസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എല്ലാ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റും റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറും ഓസ്മോട്ടിക് പ്രഷറും എല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അബ്നോർമൽ മോളാർ മാസസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫാക്ടറാണ് ഐ വാൻ ഹോഫ് ഫാക്ടർ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു ഇല്ലേ? അപ്പൊ അതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഓർമ്മയില്ലാത്തവര് ഇതിനു മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഓക്കെ, ലെറ്റ് us do the first problem. 2 gram of benzoic acid, formula C6H5COOH, dissolved in 25 gram of benzene, shows a depression in freezing point equal to 1.62 Kelvin. Molar depression constant for benzene is 4.9 Kelvin kilogram per mole. What is the percentage association of acid if it forms dimer in solution? കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് അല്ലേ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? വാട്ട് ഈസ് ദ പെർസെന്റേജ് അസോസിയേഷൻ ഓഫ് ആസിഡ്? എന്തുമാത്രം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ പെർസെന്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഡിഗ്രി ഓഫ് അസോസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 gram ഓഫ് ബെൻസോയിക് ആസിഡ്, അതായത് മാസ് ഓഫ് ദി സൊല്യൂട്ട്. നമ്മൾ സൊല്യൂട്ട് എപ്പോഴും സെക്കൻഡ് കമ്പോണന്റ് ആയിട്ടാണ് എടുക്കുന്നത്. സോ W2 ഈസ് ഈക്വൽ ടു 2 gram തന്നിട്ടുണ്ട്. 2 gram തന്നിട്ടുണ്ട്. ഓക്കെ, ഡിസോൾവ്ഡ് ഇൻ 25 gram ബെൻസീൻ. അപ്പൊ മാസ് ഓഫ് ദി സോൾവെന്റ് W1 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 25 gram തന്നിട്ടുണ്ട്. Shows a depression in freezing point equal to 1.62 Kelvin. അതായത് ഡെൽറ്റ TF എത്രയാണ്? 1.62 Kelvin ആണ്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ചേഞ്ച്, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ്. ആ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ തന്നാലും കെൽവിനിൽ തന്നാലും ന്യൂമറിക്കൽ വാല്യൂവിൽ വ്യത്യാസമില്ല, യൂണിറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ ഏതിട്ട് ചെയ്യണം? കെൽവിനിട്ട് ചെയ്യണം. ഇവിടെ കെൽവിനിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. Now molar depression constant for benzene is 4.9 Kelvin kilogram per mole. അതായത് KF is equal to 4.9 Kelvin kilogram per mole. നമുക്ക് ആദ്യം ഐ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഐക്ക് പല ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. അപ്പം ഈ തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ആദ്യം ഇതിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാം. എത്രയാ മോളാർ മാസ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബെൻസോയിക് ആസിഡിന്റെ ഒറിജിനൽ മോളാർ മാസും നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് ഐ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ലെറ്റ് us calculate. ഇക്വേഷൻ ഏതാണ്? ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ എഴുതേണ്ട ഇക്വേഷൻ ഏതാണ്? ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു M. ഇതിനകത്താണ് മോളാർ മാസിന്റെ ടേം കിടക്കുന്നത്. സ്മോൾ m ഈസ് ദി മൊളാലിറ്റി. മൊളാലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ദാറ്റ് ഈസ് N2, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ്, ദാറ്റ് ഈസ് W1 ഇൻ കിലോഗ്രാം. കിലോഗ്രാം എന്ന് പറയുമ്പോൾ അതിനെ ഗ്രാമിലാണെങ്കിൽ കിലോഗ്രാമിലാക്കാൻ 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നൗ ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു N2. N2 നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കും? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് W2 ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ന്യൂമറേറ്ററിലുള്ളതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു W1 ഇൻറ്റു 1000. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് M2. സോ M2 ഈസ് ഈക്വൽ ടു KF into W2 into 1000
ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? ഡെൽറ്റ ടി എഫ് ഇൻറ്റു W1. ഓക്കെ, ഇനി നമുക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ M2 ഈസ് ഈക്വൽ ടു KF ന്റെ വാല്യൂ എത്രയാണ്? 4.9. ഞാൻ യൂണിറ്റുകൾ എഴുതുന്നില്ല, കാരണം മോളാർ മാസിന്റെ യൂണിറ്റ് ഫൈനൽ ഇതെല്ലാം ചെയ്ത് കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ എന്തായിട്ട് കിട്ടും? ഗ്രാം പെർ മോളായിട്ട് കിട്ടും. യൂണിറ്റ് എഴുതി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. യൂണിറ്റ് എഴുതാതെയാണ് ഞാനിപ്പോ ചെയ്യുന്നത്. 4.9 ഇൻറ്റു W2 2 ഗ്രാം ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എഫ് എത്രയാണ്? 1.62 ഇൻറ്റു W1 25 ഗ്രാം. ഈ 25നെയാണ് നമ്മൾ 1000 ഗ്രാമിനെ കിലോഗ്രാം ആക്കാനാണ് 1000 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തത് കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പൊ പിന്നെ ഇത് 25 ഗ്രാം തന്നെ എഴുതിയാൽ മതി. ഈ വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ ഈക്വൽ ടു 241.98 gram per mole. So molar mass of benzoic acid, അതായത് സൊല്യൂട്ടിന്റെ മോളാർ മാസ് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 241.98 gram per mole. അപ്പൊ നമുക്ക് അതിവിടെ ഒന്ന് എടുത്തെഴുതാം. M2 ഈസ് ഈക്വൽ ടു 241.98 gram per mole. ഓക്കെ, ഇനി ഇവിടെ ബെൻസോയിക് ആസിഡ് ഡൈമറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് 2 ബെൻസോയിക് ആസിഡ് മോളിക്യൂള് ഡൈമറൈസ് ചെയ്ത് ഒറ്റ മോളിക്യൂളായിട്ട് മാറുന്നു. 2 എന്നുള്ളത് 1 ആയിട്ട് മാറുന്നു. അതിന്റെ ഒരു ഇക്വേഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സപ്പോസ് 1 മോൾ ബെൻസോയിക് ആസിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. 1 ബെൻസോയിക് ആസിഡിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് വിചാരിക്കുക. അതിനകത്ത് നിന്ന് X മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ അസോസിയേറ്റ് ചെയ്യാത്ത മോളിക്യൂൾസിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? എന്തു കുറച്ചാൽ മതി? അസോസിയേറ്റ് ചെയ്തത് X ആണ്, അപ്പൊ X കുറച്ചില്ലേ? അപ്പൊ എന്ത് കിട്ടി? അൺഅസോസിയേറ്റഡ് ഫോമിലുള്ള മോളിക്യൂൾസ് എത്രയാണ്? 1 - X ആണ്. ഇനി X മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഇവിടെ 10 മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്തു. പക്ഷെ ഇവിടെ വന്നപ്പോ എത്രയേ കിട്ടിയുള്ളൂ? അതിന്റെ പകുതിയായില്ലേ? കാരണം 2 ചേർന്നാണ് ഒറ്റ മോളിക്യൂൾ ആകുന്നത്. അപ്പൊ 10 ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ എത്രയേ കാണൂ? 5 മോളിക്യൂളെ കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ X മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ വന്നപ്പോ അത് എത്രയായി? X/2 ആയി. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്കറിയാം ഐയുടെ വാല്യൂ പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതിലൊരു മെത്തേഡാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ, അല്ലെ? അപ്പൊ അതിനകത്ത് ഇത് ഇക്വിലിബ്രിയത്തിലെത്തി, ഈ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയായിരിക്കും? ഈ നമ്പർ ഓഫ് പാർട്ടിക്കിളും ഈ നമ്പർ ഓഫ് പാർട്ടിക്കിളുകൾ കൂട്ടണ്ടേ? അപ്പോഴല്ലേ മൊത്തം അതിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾ കിട്ടുകയുള്ളൂ. അസോസിയേറ്റഡും കൂട്ടണം, അൺഅസോസിയേറ്റഡും കൂട്ടണം. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ 1 - X പ്ലസ് X/2. ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? X - X പ്ലസ് X/2 എന്ത് കിട്ടും? which is equal to 1 - X/2. ഇതാണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ 1 - X/2 ആണ് ഇതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ഇക്വിലിബ്രിയം. അതായത് ആഫ്റ്റർ അസോസിയേഷന് ശേഷം. ബിഫോർ അസോസിയേഷന് എത്രയായിരുന്നു? 1 ആയിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്തെഴുതാം? I is equal to 1 - X/2 എന്ന വാല്യൂ എഴുതാം. എഴുതരുതോ? ഓക്കെ, ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് I കണ്ടുപിടിക്കാം. I എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? I is equal to നോർമൽ മോളാർ മാസ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ? നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ച മോളാർ മാസ്, അതായത് ഇത് ഡൈമറൈസ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ച മോളാർ മാസ് ആണ് എഴുതിയിരിക്കുന്നത്. M2 is equal to 241.98 gram per mole. ഓക്കെ,
ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ശരിക്കും ബെൻസോയിക് ആസിഡിന്റെ മോളാർ മാസ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റഡ് വാല്യൂ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബെൻസോയിക് ആസിഡിൽ എത്ര കാർബൺ ഉണ്ട്? C6H5COH 7 കാർബൺ ഉണ്ട്. സോ മോളാർ മാസ് ഓഫ് ബെൻസോയിക് ആസിഡ് C6H5COOH is equal to 7 × 12 കാർബൺ ആറ്റത്തിന്റെ ആണ് അല്ലെ, പ്ലസ് എത്ര ഹൈഡ്രജൻ? 6 ഹൈഡ്രജൻ പ്ലസ് 6 പ്ലസ് 2 ഓക്സിജൻ, ദാറ്റ് ഈസ് 16 × 2. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 122 gram per mole. ഇതാണ് നമുക്ക് കിട്ടുന്ന ബെൻസോയിക് ആസിഡിന്റെ മോളാർ മാസ്. അപ്പൊ നമുക്ക് നോർമൽ മോളാർ മാസ് കിട്ടി, ദാറ്റ് ഈസ് 122. അബ്നോർമൽ മോളാർ മാസ് 241.98 നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഐക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോർമൽ മോളാർ മാസ് എത്രയാണ്? 122 gram per mole ഡിവൈഡഡ് ബൈ 241.98 gram per mole. രണ്ടിന്റെ യൂണിറ്റ് സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഐ രണ്ടെണ്ണത്തിന്റെ ടേംസിലുള്ള ഐ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഐ ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ബൈ 2, ഐ ഈസ് ഈക്വൽ ടു 122/241.98. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല. രണ്ട് രീതിയിലുമുള്ള ഐയുടെ വാല്യൂ ആണ്. അപ്പൊ അത് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയേ, 1 മൈനസ് എക്സ് ബൈ 2 ഈസ് ഈക്വൽ ടു 122 ഡിവൈഡഡ് ബൈ 241.98. സോ എങ്ങനെ എഴുതാം? എക്സ് ബൈ 2 ഈസ് ഈക്വൽ ടു 1 മൈനസ് 122 ഡിവൈഡഡ് ബൈ 241.98. ഓക്കെ, നൗ എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? X is equal to 1 minus 122 divided by 241.98 into 2. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 0.496 into 2, that is equal to 0.992 എന്ന് കിട്ടും. Okay, so X is the degree of association ആണ്. അതായത് ഒന്നിന് മൊത്തം നമ്മൾ എടുത്തത് 1 മോളാണ്, അതിൽ 0.992 അസോസിയേറ്റ് ചെയ്തു. ഒന്നിൽ ഇത്രയും അസോസിയേറ്റ് ചെയ്തെങ്കിൽ 100ൽ എത്ര അസോസിയേറ്റ് ചെയ്തു എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഒന്നിന്റെ വാല്യൂ അറിയാമെങ്കിൽ പിന്നെ എത്ര എണ്ണത്തിന്റെ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് വേണ്ടത് പെർസെന്റേജ് അസോസിയേഷൻ അല്ലേ, 100ൽ എത്ര അസോസിയേറ്റ് ചെയ്തു എന്നല്ലേ നമുക്ക് ഒന്നിന്റെ അറിയാം, ദാറ്റ് ഈസ് 0.992. therefore എന്ത് ചെയ്യണം? പെർസെന്റേജ് ഓഫ് അസോസിയേഷൻ ഈസ് ഈക്വൽ ടു 0.992 into 100 and that is equal to 99.2%. so that is the answer. hope it is clear. Now the second problem, നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ പ്രോബ്ലം ചെയ്തു പോകണേ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. 0.6 ml of acetic acid having density 1.06 gram per milliliter is dissolved in 1 liter water. The depression in freezing point observed for this strength of acid was 0.0205 degrees Celsius. Calculate the Van Hoff factor and dissociation constant of acid. രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് വാൻ ഹോഫ് ഫാക്ടർ ഐ കാൽക്കുലേറ്റ് ചെയ്തു, രണ്ട് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്, അത് പിന്നീട് പറയാം. ഓക്കെ, ആദ്യം ഐ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ 3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്, ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത് the observed freezing point depression തന്നിട്ടുണ്ട്. the depression in freezing point observed, അതായത് observed colligative property തന്നിട്ടുണ്ട്, that is 0.0205 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിരിക്കുന്നത്. അത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂവിന് വ്യത്യാസമില്ല, ഡിഗ്രി സെൽഷ്യസിൽ എഴുതിയാലും കെൽവിനിൽ എഴുതിയാലും, ബിക്കോസ് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. സോ
പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ കെൽവിനിലിട്ട് ചെയ്യുന്നു. സോ അത്രയും കെൽവിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഡെൽറ്റ ടി എഫ് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്തറിയാം? ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം. ഓക്കെ, അതിന് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. കെ എഫ് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കെ എഫ് ഫോർ അസറ്റിക് ആസിഡ് ഞാൻ എഴുതിയതാണ് 1.86 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. മിക്കവാറും തന്നിരിക്കും. ദെൻ മൊളാലിറ്റി അറിയണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. അവിടെ മാസ് ഓഫ് ദ സൊല്യൂട്ടും മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ടും ഉണ്ട്. അപ്പൊ ഇവിടെ ആരാണ് മാസ് ഓഫ് ദി സൊല്യൂട്ട്? ആരാണ്? അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ അസറ്റിക് ആസിഡിന്റെ മാസ് തന്നിട്ടുണ്ടോ? ഇല്ല. പകരം എന്ത് തന്നിട്ടുണ്ട്? ഇത് കുറച്ചുകൂടി നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വോളിയം തന്നിട്ടുണ്ട് 0.6 ml ഓഫ് അസറ്റിക് ആസിഡ്. കൂടാതെ എന്തുകൂടി തന്നിട്ടുണ്ട്? ഹാവിംഗ് ഡെൻസിറ്റി. അപ്പൊ വോളിയവും തന്നിട്ടുണ്ട്, ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാസ് കണ്ടുപിടിക്കാം. ശരിയല്ലേ? അപ്പം നമ്പർ ഓഫ് മോൾസ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമ്പർ ഓഫ് മോൾസ് ഉണ്ടല്ലോ. മൊളാലിറ്റിയുടെ ടേമിൽ എന്തുണ്ട്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇതിലെ N2 നമുക്ക് കണ്ടുപിടിക്കാം. N2 എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് CH3COH കണ്ടുപിടിക്കാം. That is equal to മാസ് എന്താണ്? വോളിയവും ഡെൻസിറ്റിയും കിട്ടിയാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി അല്ലേ? വോളിയം ഇൻറ്റു ഡെൻസിറ്റി, that is volume is 0.6 into 1.06 കിട്ടി. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ മാസ് ഓഫ് അസറ്റിക് ആസിഡ്. മാസ് ഓഫ് അസറ്റിക് ആസിഡ് ഇതാണ് മാസ് ഓഫ് അസറ്റിക് ആസിഡ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് NCH3COH is equal to എന്തെഴുതാം? മാസ് ഓഫ് അസറ്റിക് ആസിഡ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അസറ്റിക് ആസിഡിന്റെ മോളാർ മാസ് എത്രയാണ്? 2 കാർബൺ 12 into 2 പ്ലസ് 4 ഹൈഡ്രജൻ പ്ലസ് 4 പ്ലസ് 16 into 2 2 ഓക്സിജന്റെ. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60. സോ ഈ വാല്യൂ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 0.0106. So number of moles of acetic acid is 0.0106. നമുക്ക് ഇവിടെ എടുത്തെഴുതാം. So number of moles of acetic acid is equal to 0.0106. Okay. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡെൽറ്റ ടി എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഡെൽറ്റ ടി എഫിന്റെ വാല്യൂ കെ എഫ് എന്താണ് തന്നിരിക്കുന്നത്? 1.86 ഇൻറ്റു N2ന്റെ വാല്യൂ എന്താണ്? 0.0106 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സോൾവെന്റ്, ദാറ്റ് ഈസ് വാട്ടർ അല്ലേ? ഇവിടെ സോൾവെന്റ് വാട്ടർ ആണ്. വാട്ടറിന്റെ മാസ് എത്രയാണ്? 1 ലിറ്റർ വാട്ടർ. നമുക്കറിയാം 1 ലിറ്റർ വാട്ടർ എന്ന് പറയുന്നത് 1000 മില്ലി ആണ്. വോളിയം തന്നിട്ടുണ്ട്. വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1 gram per milliliter ആണ്. 1 ആണ്. അപ്പൊ ആ വോളിയം ഇൻറ്റു ഡെൻസിറ്റി അവിടെ ചെയ്താൽ മതി. സോ 1000 into 1 gram per milliliter is equal to 1000 gram. So mass of water is 1000 gram. So 1000 divided by 1000 അല്ലെ? 1000 കട്ട് ചെയ്തു പോകും. It is equal to 0.01907 Kelvin. So this is the answer. അപ്പൊ ഡെൽറ്റ ടി എഫിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഐ ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇതിനകത്ത് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എത്രയാണ്? 0.0205. സോ 0.0205 ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് എത്രയാണ്? ദാറ്റ് ഈസ് 0.01907 കെൽവിൻ. രണ്ടും കെൽവിനിലാണ്. അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.041 കെൽവിൻ എന്ന് കിട്ടും. ഇനി ഇവിടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ഇക്വേഷൻ എഴുതണം. അസിറ്റിക് ആസിഡിന്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. സോ അസിറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. അസിറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ല. അത് കുറച്ച് അസറ്റേറ്റ് അയണും കുറച്ച് H+ അയണുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. സപ്പോസ് ഒരു മോളാണ് അസിറ്റിക് ആസിഡ് ഉള്ളതെന്ന് വിചാരിക്കുക. അതിനകത്ത് നിന്ന് X മോൾസ് ഡിസോസിയേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യാത്ത അസിറ്റിക് ആസിഡ് എത്രയാണ്? ദാറ്റ് ഈസ് 1 - X. ഓക്കെ, X ഡിസോസിയേറ്റ് ചെയ്തെങ്കിൽ X മോള് അസറ്റേറ്റ് അയണും X മോള് H+ ഉണ്ടാകും. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മോളാണ്. സപ്പോസ് N മോളാണ് അസിറ്റിക് ആസിഡ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം അസിറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യാത്തത് കാണും? ഒരെണ്ണത്തിന് 1 - X ഡിസോസിയേറ്റ് ചെയ്യാത്തതുണ്ട്. അങ്ങനെയാണെങ്കിൽ N മോളിലോ ഇൻറ്റു N. സോ N ഇൻറ്റു 1 - X ഡിസോസിയേറ്റ് ചെയ്യാത്തത്. ദെൻ NX ഡിസോസിയേറ്റ് ചെയ്ത അസറ്റേറ്റ് അയോൺ, NX ഡിസോസിയേറ്റ് ചെയ്ത H+ അയോൺസ് ഉണ്ട്. ഇനി നമുക്കറിയാം ഇതിന്റെ KA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. KA ഈസ് ഈക്വൽ ടു, ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, it is the ratio of molar concentration of products divided by molar concentration of reactants. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഇവിടെ പ്രോഡക്ട്സ് ആരാണ്? അസറ്റേറ്റ് അയോൺ. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അസറ്റേറ്റ് അയോൺ into molar concentration of H+ ion divided by molar concentration of acetic acid. Okay. ഇനി ഇതിന്റെ കോൺസെൻട്രേഷൻ, ഇതാണ് ഇതിന്റെ കോൺസെൻട്രേഷൻ, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? N into NX into NX divided by N into 1 - X കിട്ടും. ഓക്കെ, അപ്പൊ ഈ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് X കണ്ടുപിടിക്കണം. X കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ I വാൻ ഹോഫ് ഫാക്ടറിന്റെ ടേംസിലുള്ള I നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ ടേംസിലുള്ളത് കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി ഒരു I വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. I is equal to 1.041 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന്റെ വെച്ച് നമ്മൾ ചെയ്താണ്. ഇനി നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ ടേംസിലുള്ള I നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ രണ്ട് ഐയും കൂടി ഇക്വേറ്റ് ചെയ്ത് അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ഇക്വിലിബ്രിയം നമുക്ക് കണ്ടുപിടിക്കാം. സോ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ? ഡിസോസിയേറ്റ് ചെയ്തതും ഡിസോസിയേറ്റ് ചെയ്യാത്തതും ആഡ് ചെയ്യണം. ഇത് ഡിസോസിയേറ്റ് ചെയ്യാതെ N into 1 - X plus NX plus NX. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ N into N minus NX plus NX plus NX. അപ്പൊ എന്ത് കിട്ടും? -NX ഉം +NX ഉം ക്യാൻസൽ ചെയ്യും. ബാക്കി എന്തുണ്ട്? N plus NX എന്ന് പറയുന്നത് N into 1 plus X ആണ് എന്ന് പുറത്തെടുത്തു. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അറ്റ് ഇക്വിലിബ്രിയം, അതായത് ഡിസോസിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടി. ഇനി ഐയുടെ വാല്യൂ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നേ? I is equal to total number of particles after dissociation, അതായത് N into 1 plus X. So N into 1 plus X ഇക്വിലിബ്രിയത്തിലുള്ളതാണല്ലോ ആഫ്റ്റർ ഡിസോസിയേഷൻ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ. അത് എത്രയാണ്? ഡിസോസിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എത്ര മോൾസ് ഉണ്ടായിരുന്നു? N മോൾസ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് N. അപ്പൊ ഈ N കട്ട് ചെയ്ത് പോകും. ബാക്കി I എന്ന് പറയുന്നത് 1 plus X ആകും. ഓക്കെ, സോ ദിസ് 1 plus X ഐയുടെ വാല്യൂ കിട്ടി. ഇവിടെ നമുക്ക് ഐയുടെ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട് 1.041. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിൽ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഐ വാല്യൂസും എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. 1 plus X is equal to 1.041. Okay, so X is equal to 1.041 minus 1, and its value is equal to, X is equal to
0.041. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 0.041. നമുക്ക് ഇവിടെ എഴുതാം. x ഈസ് ഈക്വൽ ടു 0.041. ഇനിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഏതാ? കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇതാണ് കെയുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എഴുതിയപ്പോൾ nx into nx ഡിവൈഡഡ് ബൈ n into 1 മൈനസ് എക്സ് ആണ്. ഇവിടെ ഈ എന്നും ഒരു എന്നും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ബാക്കിയുള്ളതിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. കെ ഈസ് ഈക്വൽ ടു എക്സിന്റെ വാല്യൂ എത്രയാണ്? 0.041. 0.041 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എസിറ്റിക് ആസിഡ്. അസിറ്റിക് ആസിഡിന്റെ നമ്പർ ഓഫ് മോൾസ് ഇവിടെ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തായിരുന്നല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0106. 0.0106 into again x ആണ്. So x is equal to 0.041 divided by 1 minus x. So 1 minus 0.041. So ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 1.86 into 10 raised to minus 5. Okay, so dissociation constant of acidity. അപ്പൊ ഇന്ന് ഇവിടെ ചെയ്ത രണ്ട് പ്രോബ്ലം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് പ്രോബ്ലംസ് മതി ഇതിന്റെ ഫർദർ പ്രോബ്ലംസ് നിങ്ങൾക്ക് കൂടുതൽ ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയും. അപ്പൊ ഈ ചാപ്റ്റർ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എല്ലാം നിങ്ങൾ ആദ്യം മുതൽ നന്നായിട്ട് പഠിച്ചു പോരണം. അപ്പൊ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.